Hello friends, welcome to Xeta Tech. നമ്മളിത് Bitwise ഓപ്പറേറ്റേഴ്സിനെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. Bitwise ഓപ്പറേറ്റേഴ്സ് ആ നെയിമിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടി? Bitwise ലെവലിലായിരിക്കും ഓപ്പറേഷൻസ് ചെയ്യുന്നത്. Bitwise operators are used to perform bitwise operations on binary representation of integers. നമ്മുടെ ഇൻറ്റീജേഴ്സിൻ്റെ ബൈനറി റെപ്രസെൻറ്റേഷനിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓപ്പറേഷൻസ് നടത്തുന്നത്. ബിറ്റ്വൈസ് ഓപ്പറേറ്റേഴ്സ് നമ്മുടെ ബൈനറി റെപ്രസെൻറ്റേഷൻ ആക്കിയ ഓരോ ഇൻഡിവിജ്വൽ ബിറ്റ്സിനകത്തുമാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിനകത്ത് തന്നെ 6 ബിറ്റ്വൈസ് ഓപ്പറേറ്റേഴ്സാണ് പൈത്തണിനകത്തുള്ളത്. ഫസ്റ്റ് വൺ ബിറ്റ്വൈസ് ആൻഡ്. അത് ആൻഡിൻ്റെ സിമ്പൽ വെച്ചിട്ടായിരിക്കും വരുന്നത്. ഇതും നമ്മൾ നേരത്തെ ലോജിക്കലി പറഞ്ഞ ലോജിക്കൽ ആൻഡ് പോലെ തന്നെയാണ്. ഒരു ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. എന്താണ്? ഇത് ബിറ്റ്വൈസ് ലെവലിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. 2 ഓപ്പറൻസും 1 ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. ഇത് ബിറ്റ്വൈസ് ലെവലിലായിരിക്കും ഓപ്പറേഷൻസ് ചെയ്യുന്നത്. അതേ കൺസെപ്റ്റ് തന്നെയാണ് ബിറ്റ്വൈസ് ഓറിനും. ഏതെങ്കിലും ഒരു ഓപ്പറൻറ്റ് 1 ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. ഇനി ബിറ്റ്വൈസ് എക്സോർ എന്താണെന്ന് നോക്കാം. എക്സോർ എന്ന് പറയുമ്പോഴത്തേക്ക് എക്സ്ക്ലൂസീവ് ഓർ എന്ന് പറയുമ്പോഴത്തേക്ക് സെയിം ബിറ്റ് ആണെന്നുണ്ടെങ്കിൽ 0യും ഡിഫറെൻറ്റ് ബിറ്റ് ആണെങ്കിൽ 1ഉം ആണ് വരുന്നത്. സെയിം ബിറ്റ് ഇപ്പോൾ 0യും 0യും ആണ് വരുന്നതെങ്കിൽ എന്തായിരിക്കും വരിക? 0. 1ഉം 1ഉം ആണെങ്കിൽ എന്തായിരിക്കും വരിക? 0. കാര്യം എന്താണ്? സെയിം ബിറ്റ്. ഡിഫറെൻറ്റ് ബിറ്റ് 0യും 1ഉം അല്ലെങ്കിൽ 1ഉം 0യും ആണെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ബിറ്റ് ആയതുകൊണ്ട് അവിടെ എന്ത് വരും? റിസൾട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. അടുത്ത ഓപ്പറേറ്ററാണ് ബിറ്റ്വൈസ് നോട്ട്. നോട്ട് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പോലെ തന്നെ എന്താണ്? ഓരോ ബിറ്റിനെ എന്ത് ചെയ്യുന്നു? ഓപ്പോസിറ്റ് ആയിട്ട്. ഇപ്പോൾ 1 വരുവാണെങ്കിൽ 0, 0 വരുവാണെങ്കിൽ 1 ആയിട്ടായിരിക്കും കൺവേർട്ട് ചെയ്യുന്നത്. ഇനി പഠിക്കാൻ പോകുന്ന 2 ഓപ്പറേറ്റേഴ്സാണ് ലെഫ്റ്റ് ഷിഫ്റ്റും റൈറ്റ് ഷിഫ്റ്റും. ലെഫ്റ്റ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു നമ്പർ കൊടുത്തിട്ട് ഈ ലെഫ്റ്റ് ഷിഫ്റ്റ് സിമ്പൽ കൊടുത്തിട്ട് അടുത്ത എത്ര പൊസിഷനിലോട്ടാണ് ഈ ഷിഫ്റ്റിങ് നടക്കേണ്ടതെന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ലെഫ്റ്റിലോട്ട് ഇത്ര പൊസിഷൻ, ഇപ്പോൾ ലെഫ്റ്റ് ഷിഫ്റ്റ് ഇട്ട് 2 കൊടുക്കുകയാണെങ്കിൽ ലെഫ്റ്റിലോട്ടുള്ള 2 ബിറ്റ്സ് പോയിട്ട് ബാക്കി എന്തായിരിക്കും? റൈറ്റ് ഓപ്പറൻറ്റിൽ 0s വെച്ചിട്ട് ആ എംപ്റ്റി സ്പേസസിനെ ഫില്ല് ചെയ്യും. ഇനി റൈറ്റിലോട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? നമ്മൾ 0s വെച്ചിട്ട് ലെഫ്റ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഫില്ല് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾസിലോട്ട് പോകാം. ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് 2 നമ്പേഴ്സ് വേണം അല്ലേ? ഞാനിപ്പോൾ ഇൻറ്റീജർ നമ്പേഴ്സ് ആയിട്ടുള്ള 5ഉം 2ഉം ആണ് എടുക്കുന്നത്. പിന്നെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബൈനറിയിൽ എങ്ങനെയാണ് വാല്യൂ വരുന്നതെന്നും കൂടി ഒന്ന് പ്രിൻറ്റ് ചെയ്ത് കാണിക്കുകയാണ്. നിങ്ങൾ നോക്കുമ്പോൾ കാണാം, ഫസ്റ്റ് എ എന്ന് പറയുന്നത് എന്താണ്? 5ൻ്റെ ബൈനറി. 5ൻ്റെ ബൈനറി ഈ 0B എന്ന് പറയുന്നത് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ്. ബൈനറി വാല്യൂ എന്ന് പറയുന്നത് 101. 2ൻ്റെ ബൈനറി എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, ഇനി ഈ 5നകത്തും 2നകത്തും എങ്ങനെയാണ് ഓരോ ഓപ്പറൻസും വർക്ക് ആവുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ടോട്ടൽ 8 ബിറ്റ്സ് ആണ് എടുത്തേക്കുന്നത്. അതിനകത്ത് 5ൻ്റെ ഞാൻ പറഞ്ഞായിരുന്നു എന്താണ്? 101. ബാക്കിയുള്ള ബിറ്റുകൾ എന്താണ്? 0 ആക്കിയാണ് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. 2ൻ്റെ എന്താണ്? 10. ബാക്കിയുള്ള ബിറ്റിനെ എന്താക്കി റെപ്രസെൻറ്റ് ചെയ്യുന്നു? 0 ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 2 ഓപ്പറൻസ് എടുത്തു, എയും ബിയും. ഇനി എ ആൻഡ് ബി ചെയ്യുമ്പോൾ എന്താണ് ഔട്ട്പുട്ട് കിട്ടുന്നതെന്ന് നോക്കാം. എ ആൻഡ് ബി ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ എന്താണ്? 2 ഓപ്പറൻസും 1 ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? റിസൾട്ടൻറ്റ് 1 കിട്ടത്തുള്ളൂ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എല്ലാം എന്താണ്? 0യും 1ഉം 0യും 1ഉം ആണ്. സോ എല്ലാം എന്തായിപ്പോവും? 0 ആയിപ്പോവും. സോ കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. അടുത്തത് നോക്കുകയാണെങ്കിൽ ഓർ ഗേറ്റ് നോക്കാം. ഓർ ഗേറ്റ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ഏതെങ്കിലും ഒരെണ്ണം 1 ആണെങ്കിൽ കൂടെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. ഇവിടെ 1ഉം 0യും 1, 0യും 1ഉം 1, 1ഉം 0യും 1. പിന്നെ ബാക്കിയെല്ലാം എന്താണ്? 0s ആണ്. സോ ഇതിൻ്റെ ഇൻറ്റീജർ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് 7 ആണ്. ഈ 111ൻ്റെ ഇൻറ്റീജർ റെപ്രസെൻറ്റേഷൻ 7 ആണ്. ഇനി നമുക്ക് അടുത്ത ഓപ്പറേറ്റർ നോക്കാം, എക്സോർ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ എന്താ പറഞ്ഞത്? ഡിഫറെൻറ്റ് ഇൻപുട്ട് 1ഉം 0യും വരുവാണെങ്കിൽ 1 വരും, 0യും 1ഉം വരുവാണെങ്കിൽ എന്ത് വരും? 1 വരും. 1ഉം 0യും വരുവാണെങ്കിൽ 1 വരും. കാര്യം എന്താണ്? എല്ലാം ഡിഫറെൻറ്റ് ഇൻപുട്ടാണ്. ബാക്കി അങ്ങോട്ട് 0യും 0യും എല്ലാം വരുമ്പോഴത്തേക്ക് എന്താണ്? എല്ലാം സെയിം ഇൻപുട്ട് ആയതുകൊണ്ട് എന്ത് വരും? 0 ആയിരിക്കും വരുന്നത്. ഇനി നമുക്ക് അടുത്ത എന്താണ്? നോട്ട് ഓപ്പറേറ്ററിനെ നോക്കാം അല്ലേ? നോട്ട് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ ഈ 1 കിടന്നെടുത്ത് നോട്ട് ഓഫ് എ എന്നാണ് കൊടുത്തേക്കുന്നത്. എന്ന് വെച്ചാൽ അതൊരു യൂണറി ഓപ്പറേറ്റർ ആണ്. ഒറ്റ ഓപ്പറൻറ്റേ വരത്തുള്ളൂ. നോട്ട് ഓഫ് എ 5ൻ്റെ നോട്ട് എടുക്കുന്നു. 1 കിടന്നിടത്ത് എല്ലാം എന്ത് വരുന്നു? 0 വരുന്നു.
സീറോ കടന്നിടത്തെല്ലാം എന്ത് വരുന്നു? 1 വരുന്നു. ഇപ്പോൾ ഈ ലാസ്റ്റ് ബിറ്റ് വെച്ചിട്ടാണ് സൈൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ ലാസ്റ്റ് ബിറ്റ് 1 ആയതുകൊണ്ട് ഇതിനെന്ത് വരും? നെഗറ്റീവ് സൈൻ ആയിരിക്കും വരുന്നത്. ഇനി അടുത്ത നമുക്ക് റൈറ്റ് ഷിഫ്റ്റ് നോക്കാം. റൈറ്റ് ഷിഫ്റ്റ് എ, റൈറ്റ് ഷിഫ്റ്റ് ബി എന്ന് വെച്ചാൽ 5 റൈറ്റ് ഷിഫ്റ്റ് 2. 5 എന്ന് പറയുന്നതിനെ നമ്മൾ എന്താണ്, റൈറ്റിലോട്ട് 2 ബിറ്റ് കളഞ്ഞു, 2 ബിറ്റ് മൂവ് ചെയ്തപ്പോൾ ഈ 0ഉം 1ഉം പോയിട്ട് പിന്നെ അവിടെ എവിടെ തൊട്ടാണ് വരുന്നത്? 1 0 കണ്ട 1 0. ബാക്കി എന്ത് വന്നു? ബാക്കിയുള്ള ലെഫ്റ്റിലോട്ട് നമ്മൾ എന്താണ് 0 വെച്ചിട്ട് ഫില്ല് ചെയ്യുന്നു. ഇനി അടുത്ത എന്താണ്? ലെഫ്റ്റ് ഷിഫ്റ്റ്. 5നെ എന്ത് ചെയ്യുന്നുണ്ട്? ലെഫ്റ്റിലോട്ട് 2 പൊസിഷനിലോട്ട് 2 പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഇവിടെ കിടന്ന 0 എന്ത് ചെയ്ത് ഇവിടെ ഇത്രയും പോയി. ഈ പൊസിഷനെല്ലാം എന്താണ് ഇങ്ങോട്ട് കയറി വരും. ബാക്കി നമ്മൾ ഇവിടെ റൈറ്റിലായിരിക്കും എന്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത്? 0 വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഈ നമ്പേഴ്സിൻ്റെ എല്ലാം ഇൻറ്റീജർ വാല്യൂസ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഡയറക്റ്റ് വാല്യൂ കൊടുക്കുകയാണ്. 5ഉം 2 എന്നും പറഞ്ഞ് ഡയറക്റ്റ് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻപുട്ടായിട്ട് റീഡ് ചെയ്യാവുന്നതാണ്. 5ഉം 2 എന്നും പറഞ്ഞ് ഡയറക്റ്റ് കൊടുത്തു. ഞാൻ അതിൻ്റെ ആൻഡ്, ഓർ, എക്സോർ, നോട്ട്, ലെഫ്റ്റ് ഷിഫ്റ്റ്, റൈറ്റ് ഷിഫ്റ്റ് ഇത്രയും എങ്ങനെയാണ് ഔട്ട്പുട്ട് വരുന്നതെന്ന് കാണിച്ചു തരാം. എന്താ വന്നേക്കുന്നത്? ആൻഡ് ചെയ്തപ്പോൾ എന്താ വന്നത്? 0. ഓർ ചെയ്തപ്പോൾ 7. എക്സോർ ചെയ്തപ്പോഴും എന്താണ്? 7 തന്നെയാണ് വന്നേക്കുന്നത്. നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാനൊന്ന് റൺ ചെയ്ത് കാണിച്ചതേ ഉള്ളൂ. ഇനി ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് 20, റൈറ്റ് ഷിഫ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് എന്താ കിട്ടിയത്? 1. അപ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? ബിറ്റ്വൈസ് ഓപ്പറേറ്റേഴ്സ്. ബിറ്റ്വൈസ് ആൻഡ് ഉണ്ട്, ഓർ, എക്സോർ, നോട്ട്, ലെഫ്റ്റ് ഷിഫ്റ്റ്, റൈറ്റ് ഷിഫ്റ്റ്. ഈ ഓപ്പറേറ്റേഴ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബിറ്റ്വൈസ് ലെവലിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഓരോ ബിറ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോ ഓപ്പറേഷൻസ് ചെയ്യുന്നത്. സോ എല്ലാവർക്കും ബിറ്റ്വൈസ് ഓപ്പറേറ്റേഴ്സ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഓൾ.